ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷം രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ നമ്മുടെ വിശേഷം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രമോ ഒക്കെ കണ്ട് നിങ്ങൾ ഞെട്ടിയിരിക്കായിരിക്കും അല്ലേ, എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹരി ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു വലിയ തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരം എന്ന് തന്നെ പറയണം. അലീനയുടെ ബാഗിൽ കൊണ്ടുപോയി മോതിരം കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ അലീന കള്ളിയാകാതിരിക്കുവോ? എങ്ങനെ കളിയാകാതിരിക്കും? അലീന ഈ സത്യം എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? അലീനയെ എല്ലാവരും വിശ്വസിക്കുവോ, അതോ നമ്മുടെ മുത്തശ്ശി പറഞ്ഞ എല്ലാവരെയും വിശ്വസിപ്പിക്കുവോ എന്നൊക്കെ നമുക്ക് കേൾക്കാല്ലേ. അപ്പൊ ഞാൻ കഥയിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ അലീനയുടെ ബാഗിനകത്ത് നിന്ന് ആ ഒരു റിങ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ റിങ് എടുത്തിട്ട് നമ്മുടെ ബബിത കൊടുക്കുന്നുണ്ട്. ബബിത കൊടുത്തു. അത് ജയന്തി മേടിച്ചിട്ട് ഇത് സ്വർണ്ണമാണോടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കറിയില്ല ഇത് സ്വർണ്ണമാണോന്നൊന്നും. അതെന്താടി, നിന്റെ ബാഗിലിരിക്കുന്ന സാധനം സ്വർണ്ണമാണോ അത് മുക്കുപണ്ടമാണോ എന്ന് നിനക്കറിയത്തില്ലാത്തത്? അല്ല, ഇത് നിന്റെ ബാഗല്ലേ, നിന്റെ ബാഗിൽ ഇരിക്കുന്ന സാധനമല്ലേ ഇത്. ഇത് ഒന്നെങ്കിൽ നീ മേടിച്ചത്, അല്ലെങ്കിൽ ഇത് നീ എവിടെന്നെങ്കിലും എടുത്തത്. അതോ ഇനിയിപ്പോ എടുത്തു കഴിഞ്ഞപ്പോ നിനക്ക് ഇത് സ്വർണ്ണമാണോ അല്ലയോ എന്ന് അറിയാൻ മേലാതെ നീ ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നതാണോ? അയ്യോ ഒരിക്കലും മേഡം, ഞാൻ ഇതെവിടെ നിന്നും എടുത്തതും അല്ല. എനിക്കറിയില്ല ഇതെവിടെന്നാ വന്നതെന്ന്, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ആരാ ബാലേന്ദ്രൻ വന്നു. ബാലേന്ദ്രൻ വന്നിട്ട് എന്താന്ന് ചോദിച്ചു. വേറെ ഒന്നുമല്ല ബാലേന്ദ്ര, നോക്കിക്കേ, ഇവളുടെ ബാഗിനകത്തുനിന്നേ ഒരു റിങ് കിട്ടിയിരിക്കുന്നു. ഇത് ഇവക്ക് അറിയില്ലെന്ന്. ഇവളറിയാതെ എങ്ങനെ ഇവളുടെ ബാഗിനകത്ത് റിങ് വന്നു? ഈ റിങ്ങിന് കൈയും കാലും ഒന്നും ഇല്ലല്ലോ നടന്ന് കയറി വരാനായിട്ട്. അപ്പൊ നമ്മുടെ ബബിത പറയുകയാണോ, ഓ ഇവള് പഠിച്ച കള്ളിയാണെന്ന് ഇതുവരെ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇവള് പഠിച്ച കള്ളി തന്നെയാ. ഇവൾ ഇത് എവിടെന്നോ മോഷ്ടിച്ചോണ്ട് വന്നിട്ടുള്ളതാ. അതുകൊണ്ട് ഇവക്ക് സ്വർണ്ണമാണോ വെള്ളിയാണോ എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ കിട്ടുന്ന അവസരത്തിൽ വിൽക്കാന്ന് വല്ലതും വെച്ചാൽ കയ്യിൽ വെച്ചിരിക്കുകയായിരിക്കും ഇവള്. വെളിയിലും ഒന്നും പോയില്ലല്ലോ. വെളിയിൽ വല്ലതും പോകുമ്പം വിൽക്കാനായിരിക്കും ഇവളുടെ ഉദ്ദേശം. എന്നിട്ട് വരുന്നവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ, വലിയ ആളാകണ്ടേ, വലിയ ആള് കളിക്കണ്ടേ. അതിനു വേണ്ടിയുള്ള കള്ളത്തരം ഇവള് കാണിച്ചു വെച്ചിരിക്കുന്നത് ബബിത. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ബബിതേ നീ ഇതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറയണ്ട, നിന്നോട് അഭിപ്രായം ചോദിച്ചോ. അപ്പൊ വൈജയന്ത് പറഞ്ഞു, അവൾ അഭിപ്രായം പറഞ്ഞെന്ന് ഓർത്തോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവള് പറഞ്ഞത് അവളെ പറഞ്ഞ അഭിപ്രായത്തിന് എന്താ കുഴപ്പം? അവള് പറഞ്ഞ അഭിപ്രായത്തിന് ഒരു കുഴപ്പമില്ല. ഇത് അവള് പറഞ്ഞതുപോലെ തന്നെ ഇവള് പേരും കള്ളിയാ. ഇവളെ ഇതെടുത്ത് വെച്ചിട്ട് ഇനി എപ്പോഴാണോ പുറത്തു പോകുന്നത് ആ സമയത്ത് വിൽക്കാൻ വേണ്ടിയായിരിക്കും. ഏതായാലും ഈ മോതിരം ഇവിടത്തെ അല്ല, ഇവള് വേറെ എവിടെന്നോ ഇത് അടിച്ചു മാറ്റിയതാണെന്ന്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശിക്ക് പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. ഹരി അന്ന് അവിടെ പതുങ്ങി പതുങ്ങി കയറി വന്നതും ഹരി കയറി വന്നിട്ട് ആ ഒരു റിങ് അവിടെ വെച്ചതും ഒക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, ആ ആ ആ അങ്ങനെ ഇരിക്കട്ടെ. ദേ നിങ്ങൾ ആരും അലീനയെ കുറ്റം പറയണ്ട, ഞാൻ പറയാം ആരാ ഈ റിങ് ഇവിടെ കൊണ്ടുവച്ചതെന്ന്. കഴിഞ്ഞ ദിവസമേ ഹരി ഇവിടെ വന്നായിരുന്നു. അവനിപ്പോ ഇടയ്ക്കും മുട്ടിനും ഇങ്ങോട്ടൊരു വരവൊക്കെ ഉണ്ട്. അന്നാണ് അവൻ ഈ ബാഗ് ഞാൻ തപ്പുന്നത് കണ്ടത്. എന്തോ ഒരു മിന്നായം പോലെ ഞാൻ കണ്ണു മയങ്ങിയ സമയത്തായിരുന്നു. കണ്ണ് തുറന്നപ്പോ അവൻ എന്തോ ഈ ബാഗിനകത്ത് സിബ് തുറക്കുന്നത് കണ്ടു. അത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്കും പിടികിട്ടി. അലീനയും പെട്ടെന്ന് പുറകിലേക്കൊന്ന് ചിന്തിക്കാൻ കേട്ടോ. ശരിയാണല്ലോ, ഞാൻ ആ മോതിരം മേടിച്ചില്ലായിരുന്നല്ലോ ഹരിയുടെ കയ്യിൽ നിന്ന്. ഹരി അതാണോ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവച്ചത്? അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട്, ദേ വെറുതെ അലീനയെ ന്യായീകരിക്കാൻ വീട്ടിലുള്ള പയ്യന്മാരെ കുറ്റം പറയല്ലേ. വീട്ടിലുള്ള പയ്യന്മാരെ കുറ്റം പറഞ്ഞൊന്നുമല്ല, നീ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. അവനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊരു വരവൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഇവിടെ നടന്നു. അത് പിന്നെ ആരോടും പറയാതിരുന്നതാ. ഇനിയിപ്പം അത് പറയാതിരുന്നിട്ട് കാര്യമില്ല മോളെ, അത് പറയുക തന്നെ വേണം. ഇല്ലെങ്കിലേ നീ കുറ്റക്കാരിയാകും. അത് പിന്നെ മുത്തശ്ശി വേണ്ടെന്നോ അത് പറയും. അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, അമ്മ എന്താണെന്ന് വെച്ചാൽ പറയേ, എന്താ ഇവിടെ നടന്നത്? ഇവിടെ നടന്നത് ഞാൻ വ്യക്തമായിട്ട് പറയാം. അതുമല്ല, ഇതിന് ഇടയ്ക്കുണ്ട് കേട്ടോ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ രോഹിത് വരുന്നുണ്ട്. അപ്പൊ രോഹിത് പറയുന്നുണ്ട് ഇത് ഹരി ഇവക്ക് കൊടുത്ത മോതിരമാണെന്ന്. അതായത് നമ്മുടെ ഹരി പറഞ്ഞായിരുന്നല്ലോ രോഹിത്തിനോട്, ഞാൻ അവക്കൊരു മോതിരം സമ്മാനിക്കുന്നുണ്ട്, അത് ഞാൻ സമ്മാനിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ അവക്ക് ക്യാഷ് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ രോഹിത് ചിന്തിച്ചപ്പോ ശരിയാണ്, അത് അലീന ഹരിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്, ഹരി ഗിഫ്റ്റ് നൽകിയതാണെന്ന് തന്നെയാണ് നമ്മുടെ രോഹിത്തിന്റെ ആ ഒരു ഇത്. അപ്പൊ രോഹിത് അതവിടെ പറയുകയും ചെയ്തു. അലീനയെ എന്താ പറയാ ആസാക്കാൻ പറ്റിയ ഒരു സമയമാണല്ലോ. അലീനയെ കുറച്ച് നമ്മുടെ രോഹിത് പ്രലോഭിപ്പിക്കാനൊക്കെ നോക്കിയെങ്കിലും അലീന വീണിട്ടില്ല. അപ്പൊ ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അലീനയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ രോഹിത് സത്യമാണെന്നാണ് ഓർത്തിരിക്കുന്നത്, പക്ഷെ അവിടെ കൊണ്ടുവച്ചത് ഹരിയാണെന്ന് മുത്തശ്ശി പറഞ്ഞു. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പം
ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ അമ്മേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാക്കാൻ പറഞ്ഞപ്പം അത് പിന്നെ വേറൊന്നും അല്ല, അവൻ ഇവിടെ വന്ന് അലീനയുടെ പുറകെ നടപ്പുണ്ട്. പാവം ഈ പെങ്കൊച്ച് പേടിച്ചിട്ടാ അത് പറയാത്തത്. അല്ല ഇതെങ്ങനെ അമ്മയ്ക്കറിയാം? അത് പിന്നെ ഇവളെന്നോട് പറഞ്ഞു. മാത്രമല്ല അവൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നില്ലല്ലോ വരുന്നത്, ഞാനല്ലേ കാണുന്നത്. ഇടയ്ക്ക് ചായ ചോദിക്കുന്നു, അതുപോലെ ഈ പെങ്കൊച്ചിന്റെ റൂമിലേക്ക് വിളിക്കുന്നു. പ്രായത്തിനനുസരിച്ചുള്ള ഇതൊന്നും അല്ല അവനുള്ളത്. അവനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട. അല്ലാതെ ഈ പെങ്കൊച്ചിന്റെ തലയിൽ കുറ്റം കെട്ടിവെക്കുന്നത് എന്തിനാ? ദേ അമ്മേ, വെറുതെ അലീനയെ സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ അവൻ വന്നിട്ടുണ്ടെങ്കിലേ ഇവള് കണ്ണും കൈയും കാട്ടി വിളിച്ചു കാണും, അതായിരിക്കും അവൻ വരുന്നത്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ദേ അങ്ങനെയൊന്നും പറയില്ലൂ കേട്ടോ, ഞാൻ ആരെയും കണ്ണും കൈയും കാട്ടി ഒന്നും വിളിച്ചിട്ടില്ല. അങ്ങനെ എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ മാറിപ്പോകാനായിട്ട്. ദേ എൻ്റെ അടുത്ത് വരരുത്, അടുക്കരുതെന്നൊക്കെയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും കണ്ണും കൈയും കാലും കാണിച്ച് വിളിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. ഞങ്ങളുടെ മമ്മി അങ്ങനെയല്ല ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ പല വീടുകളിലും പോയിട്ടുണ്ട്, പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അവർ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാറോ കാര്യമാക്കാറോ ഇല്ല. പിന്നെ ഇതിവിടെ പറയാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല, ഇത് പറഞ്ഞാലും എന്റെ തലയിലല്ലേ കുറ്റം വരത്തുള്ളൂ. തൊലിവെളുത്ത് പോയി, അതല്ലേ ഞാൻ ചെയ്ത് കുറ്റം. അപ്പോഴത്തേക്കും വൈജയന്തി, എടി നാക്കടക്കടി, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചിലക്കുന്നത്? ചിലക്കേണ്ട ഒരാവശ്യമില്ല, പറഞ്ഞതെല്ലാം സത്യം തന്നെയാ. നീ ചിലച്ചാ ഉണ്ടല്ലോ ഇനി നിന്റെ നാക്ക് ഞാൻ അരിഞ്ഞെടുക്കും. മിണ്ടിപ്പോകരുത് നീ. ദേ ബാലേന്ദ്ര, സഹിച്ചോ, എല്ലാം അങ്ങ് സഹിച്ചോ. ഇവളെ പോലെ ഒരുത്തിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ആർക്കും ഒരിതുമില്ലായിരുന്നു. അമ്മയെടുത്ത് തലയെ കയറ്റി വെക്കുകയല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? വീട്ടിലുള്ള ആണുങ്ങൾക്കും കൂടിയല്ലേ ദോഷം. ദേ വൈജയ്, നീ വായി തോന്നുന്ന വിളിച്ചു പറയരുത്. ആരാണ്ട് ചെയ്ത കുറ്റത്തിന് ആ പെങ്കുച്ചിനെ എന്തിനാ പഴിക്കുന്നത്? ഹരി ചെയ്ത കുറ്റത്തിന് ഹരിയാണ് വഴക്ക് പറയേണ്ടത്, അല്ലാതെ അവളെയല്ല. ഇത് അവന്റെ ബുദ്ധി തന്നെയാ. അവൻ ഇതൊക്കെ ഉണ്ടാകുന്ന അറിയാമായിരുന്നു. അവൻ ഇത്രയും വഴക്കുണ്ടാകാൻ വേണ്ടി തന്നെയാ പഠിച്ച കള്ളൻ അവൻ അതിവിടെ കൊണ്ടുവച്ചത്. അതെനിക്ക് ഉറപ്പാ. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഉറപ്പാണോ അവൻ തന്നെ ഇവിടെ കൊണ്ടുവച്ചതെന്ന്? എനിക്ക് ഉറപ്പാ ബാലേന്ദ്ര, അവൻ തന്നെയാ ഇതിവിടെ കൊണ്ടുവച്ചത്. അതും ഇവളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒക്കെ വേണ്ടി. അല്ല അപ്പ രോഹിത്തെ, നിന്നോട് ആരാ പറഞ്ഞത് ഇതൊക്കെ? രോഹിത് പറഞ്ഞല്ലോ ഹരി ഇവക്ക് കൊടുത്തതാണെന്ന്. അത് പിന്നെ എന്നോട് ഹരി തന്നെയാ പറഞ്ഞത്. എന്നോട് ഹരി പറഞ്ഞത് ഇവക്ക് ഒരു ഗിഫ്റ്റ് സമ്മാനിച്ചു, അതിവള് മേടിച്ചു എന്നൊക്കെയാ. അപ്പോഴത്തേക്കും വീണ്ടും അലീന പറയാ, പച്ചക്കള്ള, അത് എനിക്കിത് സമ്മാനിച്ചു, ശരിയാ. എന്നോട് ഇതും അതുപോലെ തന്നെ പൈസയൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഒഴിവായി പോയിട്ടേ ഉള്ളൂ. ദയവ് ചെയ്ത് എന്നെ കള്ളിയാക്കരുത്. ഞാൻ ഒരിക്കലും ആരുടെയും മുതൽ കക്കാറില്ല, മോഷ്ടിക്കാറില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കുറ്റമെങ്കിലേ അത് ഞാൻ അധ്വാനിച്ച പൈസയും കൊണ്ടാ കൊടുക്കാറുള്ളത്. അല്ലാതെ ഈ അലീന ഒരിക്കലും കക്കുകയും മോഷ്ടിക്കുകയും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഈ മമ്മി എന്നെ പഠിപ്പിച്ച പാടാ അത്. അതുകൊണ്ട് അതൊരിക്കലും ഈ അലീന ചെയ്യില്ല. ഞാൻ കാല് പിടിച്ചു പറയാ, എന്നെ തെറ്റുകാരിയാക്കരുത്, ഞാൻ തെറ്റുകാരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന കരയാണ് കേട്ടോ. അലീന കരഞ്ഞങ്ങ് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, നിനക്ക് സമാധാനമായല്ലോ വൈജയന്തി. പാവ ഒരു പെങ്കൊച്ചിന് ഇവിടെ ഇട്ട് കുരിശിൽ തറയ്ക്കുന്ന പോലെ തറയ്ക്കാണ്. എടി മഹാദ്രോഹി, നിനക്ക് എങ്ങനെ തോന്നുന്നൂടി ഇതിനൊക്കെ? ഓ പാവം, ആ കുട്ടി കരയുന്നത് കണ്ടോ? അവള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മ കൂടുതൽ ഉറപ്പിക്കുമൊന്നും വേണ്ട. ഇതിങ്ങനെ പോയി കഴിഞ്ഞാലേ ശരിയാവില്ല. ഇവളെ ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വീട്ടിലുള്ള ചെറുക്കന്മാരെല്ലാം പേഴച്ചു പോകാനായിട്ട് ഒരെണ്ണം ഉണ്ട് ഇവിടെ. ഇനിയിപ്പം അവനും കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ വൈജയന്തി. അപ്പോഴത്തേക്ക് രോഹിത് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഭയങ്കര കരച്ചിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അലീന. അങ്ങനെ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ തെറ്റുകാരിയല്ല മുത്തശ്ശി. മോളെ എനിക്കറിയാം നീ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. പിന്നെ നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്യാനേ എൻ്റെ മോള് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവൾ ഇത് അടിച്ചേൽപ്പിച്ചത് തന്നെയാ. അവക്കും അറിയാം മോളെ ഇത് ചെയ്തത് ഹരിയാണെന്ന്. അവനത്രയ്ക്ക് ശരിയല്ലെന്ന് അവക്കും ഒക്കെ അറിയാം. പക്ഷേ ഇത് സ്വന്തം വീട്ടിലെ ആൾക്കാരെ കുറ്റം വെക്കാനേ പറ്റില്ലല്ലോ. അത് വലിയ നാണക്കേടല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവള് ചെയ്തു വെച്ചിരിക്കുന്നത്. നിന്നെ ഇവിടെ പറഞ്ഞയക്കാൻ ഇനിയിപ്പം അവള് തുനിഞ്ഞിറങ്ങാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. മനുവിനെ വിളിക്കണം. മനുവിനെ വിളിച്ചാലേ ശരിയാവത്തുള്ളൂ. അവൻ എന്താ വരാത്തത്? അവൻ ഇതുവരെ വരാൻ സമയമായില്ലേ? അവൻ പോയിട്ട് 2-3 ദിവസം ആയല്ലോ. ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ അവൻ വരുന്നതായിരുന്നു. അവനെ കാണുന്നില്ലല്ലോ. അവനൊന്ന് എത്തുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അലീന പാവം വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.
പിന്നെ നമ്മുടെ അലീന കൂടുതൽ വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നടക്കുന്നത് ഇവിടെ? സത്യം പറ അലീന, നീ സത്യം പറ. അത് പിന്നെ ഞാനിനി എന്ത് സത്യം പറഞ്ഞാൽ സാറേ വിശ്വസിക്കാനാ? ആരും വിശ്വസിക്കില്ലല്ലോ ഞാൻ സത്യം പറഞ്ഞാല്. എനിക്കും എന്റെ ദൈവത്തിനും അറിയാം, പിന്നെ എന്റെ മമ്മിക്കും അറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന്. ആ ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ടേക്ക് പോവാ. തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷ അനുഭവിക്കേണ്ടത്, അല്ലാതെ തെറ്റ് ചെയ്യാത്തവരല്ലല്ലോ. അപ്പൊ പിന്നെ വേണ്ട, ഒന്നും വേണ്ട. എനിക്കറിയാം ദൈവം എന്റെ കൂടെയുണ്ട്. തെറ്റ് ചെയ്യാത്ത പക്ഷം എന്നെ ആരൊക്കെ ശിക്ഷിച്ചാലും ദൈവം എന്റെ കൂടെയുണ്ട്. എനിക്ക് അത് മതി എന്ന ഉറച്ച വിശ്വാസം തന്നെയാട്ടോ ഉള്ളത്. ഇതിനിടയ്ക്ക് പിന്നെ കാണിക്കുന്ന നമ്മുടെ അലീനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. കരഞ്ഞു വിഷമിച്ച്, ഒത്തിരി ആയിട്ട് കരയുന്നില്ല എങ്കിലും മനസ്സിലൊരു വിഷമം ഉണ്ടല്ലോ. അപ്പം അലീന ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയന്തി വന്നിട്ട്, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്, മോങ്ങിക്കൊണ്ടിരിക്കുകയാണോ? അത് പിന്നെ എനിക്ക് മോങ്ങേണ്ട കാര്യമൊന്നും ഇല്ല മാഡം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ മോങ്ങേണ്ട കാര്യമുള്ളൂ. ഓ, എന്നിട്ട് നാക്കിനൊട്ടും കുറവില്ല. നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും കാലമാവോ? അത് പിന്നെ എല്ലാം കാലമാക്കിയിട്ടാ മാഡം ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓ, എല്ലാം കാലമാക്കിയിട്ടല്ലേ ഇരിക്കുന്നത്. മര്യാദയ്ക്ക് പോയി അടുക്കള ക്ലീൻ ചെയ്തിടറി. അവിടെ ക്ലീൻ ഒന്നും ആയിട്ടല്ല കിടക്കുന്നത്. അവിടെ ക്ലീൻ ആയിട്ടാ കിടക്കുന്നതെന്ന് എനിക്കറിയാം മാഡം. ഇനിയിപ്പോ ഞാൻ ഒന്നും കൂടെ ക്ലീൻ ആക്കണമെങ്കിൽ ഞാൻ പോയി ആക്കിക്കോളാം എന്നും പറഞ്ഞ അലീന അങ്ങോട്ട് കയറി പോയിട്ടപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ അവിടെ നിപ്പുണ്ടായിരുന്നേ. അപ്പം വൈജയന്തിയോട് പറഞ്ഞു, എന്തിനാ ജയന്തി വെറുതെ നീ അവളുടെ മെക്കിട്ട് കയറുന്നത്? പിന്നെ അമ്മ പറഞ്ഞ കാര്യത്തിലും കുറച്ച് സത്യം ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. ആ ഹരി അവൻ അത്രയ്ക്ക് ശരിയല്ല. അവന്റെ കാര്യം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രായത്തിന്റെ അല്ലേ എന്നൊക്കെ ഓർത്തിട്ടാ ഞാൻ വിട്ടുകളഞ്ഞത്. പക്ഷെ ഇത് പ്രായത്തിന്റെ അല്ല, ഇതേ അടിയുടെ കുറവ്. അവന് നല്ല അടിയുടെ കുറവുണ്ട്. അപ്പം നിങ്ങളും അത് വിശ്വസിച്ചോ? ഞാൻ വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ അമ്മ കണ്ട കാര്യമല്ലേ, പിന്നെ വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് അവളെ അത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല. എന്റെ പൊന്നു ബാലേന്ദ്ര, ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ദേ, അടുത്ത വേലക്കാരിനെ തപ്പുക, അവൾ ഇവിടെ നിന്ന് എങ്ങനെയും പറഞ്ഞയക്കുക. അത് മാത്രം മതി. ഇനി ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാവില്ലെന്നേ. അതെവിടെ ചെന്ന് അവസാനിപ്പിക്കുന്ന ഓർത്തോണ്ടാ. അതുകൊണ്ട് ബാലേന്ദ്രൻ, ഞാൻ പറയുന്നത് കേൾക്കണം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നമുക്ക് അവളെ മാറ്റിയിട്ടേ നമുക്ക് വേറെ ആരെങ്കിലും സെറ്റാക്കാം. വേറെ വരുന്നവര് ഇത്രയും വൃത്തിക്കും വെടുപ്പിനും വേറെ ചെല്ലും ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ശരിയാ, അലീന ചെയ്യുന്ന പോലെ ഒക്കത്തൊന്നുമില്ല. അവള് നല്ല വൃത്തിയും വെടുപ്പിലും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വൃത്തിയും വെടുപ്പും നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലേ ഇവിടെ ചീത്തപ്പേരുണ്ടാകും. ദേ, തൊലി വെളുത്ത ഒരു പെണ്ണ. ഓ, നിർത്തുന്നുണ്ടോ എന്റെ പൊന്നു വൈജയന്തി? തൊലി വെളുപ്പ്. നീ എന്തിനാ എപ്പോഴും അതിങ്ങനെ വിളിച്ചു പോകുന്നത്? അവക്ക് കുറച്ച് തൊലി വെളുത്ത് പോയി, അതിനിപ്പോ എന്തോ ചെയ്യാൻ പറ്റും? കരി വാരി തൂക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ തെറ്റ് ചെയ്തവരാരാണെങ്കിലും അവർ ശിക്ഷ അനുഭവിച്ചിരിക്കും. അത് ഞാനാ പറയുന്നത്. അവനും കൂടെ വരട്ടെ. അവനും കൂടെ വന്ന് അവനെയും കൂടെ ഞാനൊന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. സത്യമെല്ലാം വരട്ടെ, വെളിയിൽ വന്നു കഴിയുമ്പോ അറിയാം. പിന്നെ ആ പെങ്കൊച്ചി ഇത്ര വിശ്വാസത്തോടു കൂടി നിൽക്കണം എന്നുണ്ടെങ്കിലേ അവളുടെ ഈ സത്യമുണ്ട്, അതുകൊണ്ട് തന്നെയാ. അല്ലെങ്കിൽ ആരും ഇത്ര വിശ്വാസത്തോടു കൂടി നിൽക്കില്ല. അത് മനസ്സിലാക്കാൻ നിനക്ക് പറ്റില്ല എങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ്. ഇത് കേട്ടപ്പോഴും അങ്ങേർക്കല്ലെങ്കിലും പറ്റത്തില്ല അവളെ പറഞ്ഞു വിടാന്. നോക്കട്ടെ, ഞാൻ എങ്ങനെ പറ്റിക്കാന്ന് നോക്കട്ടെ. അവൾ ഇവിടുന്ന് പറഞ്ഞു വിടാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അവനിങ്ങോട്ട് വരട്ടെ. അവനാ ഇതിനെല്ലാം ഉത്തരവാദി. അവന് അച്ഛൻ പറഞ്ഞ വാക്കും കേട്ടിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മരിക്കാൻ കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാൻ പറ്റുമോ? എവിടെന്നോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ്, മനുഷ്യന് താലിക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ബബിതയും ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഡോസും എരിവും ഒക്കെ ചേർത്ത് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഒരു ഹൈപ്പ് അടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് വീഡിയോ ചെയ്യുന്നതിന്റെ അടിയിൽ ഒരാൾ വന്ന് എന്താണ് മുഖത്തൊരു ദുഃഖഭാവം എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നതാണെന്ന് അവർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്തോ ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ എൻ്റെ മുഖത്തും അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അത്ര എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ആ കമന്റ് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമ്മുടെ വേണ്ടപ്പെട്ടവര് നമ്മളോട് പലതും ചോദിക്കാത്തത്, എന്താണ് വിഷമിച്ചിരിക്കുന്നതൊക്കെ ചോദിക്കാത്ത കാര്യങ്ങൾ നിങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേ എന്തോ ആരൊക്കെ ഉള്ള പോലെയൊക്കെ തോന്നിപ്പോകും നമുക്ക്. ഏതായാലും ഞാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പം കൂടുതൽ പറഞ്ഞ് വേറൊന്നും പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ലൈക്ക് അടിക്കാൻ മറക്കരുതേ.